ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുൻപ് നമ്മളിവിടെ കേക്ക് ടിന്നാണ് റെഡിയാക്കി വെച്ചത്. കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം നമ്മൾ കുറച്ച് മൈദപ്പൊടി കൂടി വിതറി കൊടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്ത ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് ഒരു ബൗളിൽ എടുത്തത്. 250 ml കപ്പിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറക്റ്റ് അളവുള്ള 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഒരു 2-3 തവണ അരിപ്പയിലൊന്ന് അരിച്ചുകൂടി എടുക്കണം. അങ്ങനെ ഞാനിത് 3 തവണ അരിച്ചിട്ടാണ് മാറ്റി വെച്ചത്. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വരുന്നവരെ ഇതൊന്ന് ഇതുപോലെ അടച്ചു വെച്ചാൽ മതി. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലോ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റ്. ഇനി നിങ്ങളുടെ അടുത്ത് വാനില എസൻസാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അങ്ങനെ മുട്ടയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു അളവ് 1/4 കപ്പാണ്. 250 ml കപ്പിൽ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 തവണയിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ പഞ്ചസാര ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതുപോലെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. അധികം നേരം ഒന്ന് മിക്സ് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. അങ്ങനെ എല്ലാം തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. കുറേ നേരം ഒന്ന് മിക്സ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2-3 തവണയായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒഴിവാക്കാനാണ്. അങ്ങനെ ഞാനിവിടെ ഒരു 5 മിനിറ്റോളം ഒരു കടായി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്. ഇനി നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് ഏകദേശം 25-30 മിനിറ്റോളാണ് ടൈം. ഒരു 25 മിനിറ്റ് ആയതിനു ശേഷം നമ്മളൊരു ഈർക്കിൾ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. ഇതിന് മുകളിലായിട്ട് ഞാനൊരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒട്ടും തന്നെ എയർ കിടക്കാതിരിക്കാൻ. അങ്ങനെ കറക്റ്റ് 25 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഓരോ പാത്രത്തിൻ്റെ തിക്നെസ്സിനനുസരിച്ചും പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിമിനനുസരിച്ചും നമ്മുടെ ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് പൈനാപ്പിൾ സിറപ്പാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തത് 1 കപ്പ് പൈനാപ്പിളാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൈനാപ്പിളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. ഈ പൈനാപ്പിളും അതുപോലെ തന്നെ ഇതിലെ സിറപ്പും നമുക്ക് കേക്കിലേക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെ ഏകദേശം നന്നായിട്ട് തന്നെ പൈനാപ്പിളൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ സിറപ്പും പൈനാപ്പിളും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ പൈനാപ്പിളും സിറപ്പും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്താൽ മതി. അതുപോലെ ഞാനിവിടെ ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തത്. ഇതിലേക്കൊരു 3 ഡ്രോപ്സ് യെല്ലോ കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കളർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ കേക്ക് ബോർഡിനെ നടുക്കെ കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം.
ഇനി ഈ കേക്കിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ ഓരോ പീസായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് നമ്മുടെ കേക്കിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേക്കിനുണ്ടാവുക. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നെക്സ്റ്റ് ലെയർ കൂടെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ സിറപ്പ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൈനാപ്പിൾ കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ലാസ്റ്റ് ലെയർ കൂടെ വെച്ച് കൊടുത്തിട്ട് പൈനാപ്പിൾ സിറപ്പ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം മുഴുവനായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൈനാപ്പിളിൻ്റെ പീസൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ക്രീം മുഴുവനായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ട് ഞാനൊരു 20 മിനിറ്റോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഡിസൈന് ജസ്റ്റ് ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കുമ്പോൾ ക്രീമൊന്ന് സെറ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൈനാപ്പിൾ പ്യൂരി ഒഴിച്ച് കൊടുക്കണം. ഇതിനു വേണ്ടി നമുക്കൊരു പാനിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ പ്യൂരിക്ക് നമ്മൾ മുഴുവനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര വേണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം പൈനാപ്പിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മധുരമൊക്കെ നന്നായിട്ട് തന്നെ പൈനാപ്പിളിൽ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ 1/4 കപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ട് വരും. ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലൊരു പ്യൂരി നിങ്ങൾ ഡെക്കറേഷനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്യൂരി ഏകദേശം കുറച്ചൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് കുറച്ചൊന്ന് തണിയാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പ്യൂരി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചെറികളൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. നല്ലൊരു അടിപൊളി ടേസ്റ്റി കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പുതിയ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് കൂടി ചെയ്യുക. താങ്ക്